മക്കളെ, നിങ്ങളിപ്പോഴാ ഏകദേശം എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ബോർഡ് എക്സാമിലേക്ക് എന്ത് ചെയ്യണം, എൻട്രി ആണ് അല്ലേ. നിങ്ങളുടെ +2 ലൈഫിലെ ഏറ്റവും അവസാനത്തെ എക്സാം അല്ലേ. അവസാനത്തെ എക്സാം മീൻസ് നിങ്ങൾ എഴുതാൻ പോകുന്ന ലാസ്റ്റ് ബോർഡ് എക്സാം സെറ്റാണ് നിങ്ങളുടെ മാർച്ചിൽ ഈ മാസത്തോട് കൂടിയിട്ട് നിങ്ങളുടെ തീരാൻ പോകുന്നത്. വിച്ച് മീൻസ് നിങ്ങൾ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈഫ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു ബോർഡ് എക്സാം അല്ലെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ട് എഴുതുന്ന ഒരു എക്സാം ലാസ്റ്റ് ആയിരിക്കും. പിന്നെ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി ഫ്രീ ആയിട്ടായിരിക്കും പഠിക്കുകയും എക്സാമുകളെയൊക്കെ കാണുക. ഓക്കെ, സോ ആ ഒരു സ്റ്റുഡൻറ്റ് ഇറ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ മാറാൻ വേണ്ടി പോവാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു എക്സാം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റഡീസിൻ്റെ എസ്സേക്ക് ചോദിക്കാൻ സാധ്യതയുള്ള, നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിൽ ഒരു എസ്സേക്ക് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. വെറുതെ ക്വസ്റ്റ്യൻസ് ഏതെന്ന് പറയുന്നതിന് മുന്നേ നമുക്കൊരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നൊന്ന് പഠിക്കാം. എങ്ങനെയാണ് ഇവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഇവരുടെ ചോദ്യങ്ങളുടെ ഒരു രീതി എന്നൊക്കെയുള്ളത്. 2025 അവർ ചോദിച്ചിട്ടുള്ളത് പ്രൊസീജിയർ ഫോർ സെലക്ഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്, സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ, സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഏത് ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ, നമുക്ക് ഏത് ചാപ്റ്ററിൽ നിന്നാണെന്ന് നോക്കാം. എല്ലാ വർഷവും ഒരേ ചാപ്റ്ററിൽ നിന്നാണോ എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഒരേ ചോദ്യമാണോ ചോദിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു 3 ചാപ്റ്ററിൻ്റെ ഒരു വാല്യുവേഷൻ അല്ലെങ്കിൽ ഒരു അനാലിസിസ് നടത്താമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ 2025 നമ്മളോട് ചോദിച്ചത് സ്റ്റാഫിംഗ് ചാപ്റ്ററിന് സ്റ്റാഫിങ്ങിൻ്റെ പ്രൊസീജിയറാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് യൂസ്ഡ് മോട്ടിവേഷൻ എന്നുള്ള ഭാഗത്തു നിന്നാണ് കമ്പനിയുടെ ജീവനക്കാരുടെ പ്രോത്സാഹനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ, ഡയറക്റ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ് പെട്ടതാണ് മോട്ടിവേഷൻ എന്നുള്ളത്. അതിൽ ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യലിൻ്റെ ഭാഗത്തു നിന്നുമാണ് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ രണ്ടാമതായിട്ട് ചോദിക്കുന്നത് ഏത് ചാപ്റ്ററിൽ നിന്നാണ്, നമ്മൾ ആദ്യം സ്റ്റാഫിംഗ് പറഞ്ഞത്, സെക്കൻഡ് ഡയറക്റ്റിംഗ് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് വാട്ട് ഈസ് മാർക്കറ്റിംഗ്, വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഡസ് പെർഫോം ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നുള്ളതാണ്. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ് മൂന്നാമത്തെ എസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2025 നിന്ന് 2025 നോക്കുന്ന സമയത്ത് സ്റ്റാഫിങ് അതേപോലെ തന്നെ മാർക്കറ്റിങ്ങും ഡയറക്റ്റിങ്ങും ഈ 3 ചാപ്റ്ററിൽ നിന്നാണ് 2025 നിന്ന് ചോദ്യം വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 2024 നിന്ന് നമുക്ക് വന്ന ചോദ്യങ്ങൾ ഏതാ നോക്കുന്ന സമയത്ത് എഗെയിൻ വാട്ട് ഈസ് സെലക്ഷൻ, വൈ ഈസ് ഇറ്റ് കോൾഡ് നെഗറ്റീവ് പ്രോസസ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് യൂസ്ഡ് ഫോർ സെലക്ഷൻ. സെലക്ഷൻ എന്ന് പറയുന്ന ഭാഗത്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എഗെയിൻ സ്റ്റാഫിംഗ് ചാപ്റ്റർ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ 2024 റിപ്പീറ്റഡ് ആയിട്ട് സ്റ്റാഫിംഗ് ചാപ്റ്റർ തന്നെയാണ് എസ്സേ ക്വസ്റ്റ്യൻ 1 വന്നിട്ടുള്ളത്. എക്സ്പ്ലെയിൻ എനി 8 കോമൺലി യൂസ് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്, സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്ക് നമ്മുടെ മാർക്കറ്റിംഗ് ചാപ്റ്റർ തന്നെയാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഏകദേശം ഉറപ്പായിട്ടുണ്ട് 2024 25 നിന്നും ഒരേ ചാപ്റ്റേഴ്സിൽ നിന്ന് അല്ലേ, സ്റ്റാഫിങ്ങിൽ നിന്നും മാർക്കറ്റിംഗിൽ നിന്നും വന്നിട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇടുന്നതാണ് സൂപ്പർവിഷൻ, എഗെയിൻ ഡയറക്റ്റിംഗ് ചാപ്റ്റർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഞാനിത് വെറുതെ എടുത്തതല്ല, നിങ്ങൾക്ക് അതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ 2024 2025 നമുക്ക് വന്നിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ സെയിം ചാപ്റ്റേഴ്സിൽ നിന്നാണ്. സ്റ്റാഫിങ് അതേപോലെ തന്നെ ഡയറക്റ്റിംഗ് മാർക്കറ്റിംഗ് എന്നുള്ള 3 ചാപ്റ്ററിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഒന്നും കൂടി ഉറപ്പിക്കാൻ 2023 പോയ സമയത്ത് വാട്ട് സ്റ്റാഫിംഗ് ഇസ് നോട്ട് എ സിമ്പിൾ പ്രോസസ്, ഇറ്റ് ഇൻവോൾവ്സ് വേരിയസ് സ്റ്റെപ്സ്. എഗെയിൻ സ്റ്റാഫിങ്ങിൻ്റെ സെയിം ക്വസ്റ്റ്യൻ 2025 ചോദിച്ച ചോദ്യം തന്നെയാണ് 2023 ചോദിച്ച ചോദ്യമാണ് 2025 ചോദിച്ചത്. സോ ഇറ്റ്സ് അറൗണ്ട് അല്ലേ, സ്റ്റാഫിംഗ് ചാപ്റ്റർ തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാം. എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബൈ ഡ്രോയിങ് എ ഡയഗ്രാം, കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗം ഡയറക്റ്റിംഗ് ചാപ്റ്റർ എന്നാണ് വരുന്നത്. ആ ഭാഗവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കീ എലമെൻറ്റ്സ് 4 P's ഓഫ് മാർക്കറ്റിംഗിൻ്റെ 4 P's ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. എഗെയിൻ മാർക്കറ്റിംഗ് ചാപ്റ്റർ എന്നാണ്. സോ ഓൾ ടുഗദർ വി ആർ ഷുവർ 3 ചാപ്റ്റർ എന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഏതൊക്കെയാണ് 3 ചാപ്റ്റർ? മാർക്കറ്റിംഗ്, മാനേജ്മെൻറ്റ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ് എന്നുള്ളതാണ്. വിച്ച് മീൻസ് ഈ 3 ചാപ്റ്ററിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എസ്സേ ക്വസ്റ്റ്യൻ വരുന്നതാണ്. കാരണം ഒരൊറ്റ ചോദ്യം കൊണ്ട് 8 മാർക്ക് സെറ്റാക്കാൻ പറ്റുന്നതാണ്. അത് ഉറപ്പിക്കുക എന്നുള്ളത് എന്താണ്, നമ്മുടെ എക്സാമിന് അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് ഈ 3 ചാപ്റ്റർ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സെറ്റാണ്. കൂടെ ഈ പറഞ്ഞതുപോലെ 12, 21, 30 മാർക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വളരെ കുറച്ച് പഠിക്കുക അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കേണ്ട സമയമാണ് ഇപ്പോൾ. നമ്മളെ മുന്നിൽ കുറച്ച് സമയമാണുള്ളത്. ആ സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും ബെസ്റ്റായിട്ട് ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ ഒന്നും കൂടി ബെറ്റർ ആക്കുക. ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്നും കൂടി ബെറ്റർ ആക്കിയിട്ട് എന്ത് ചെയ്യുക, യു ഷുഡ് മേക്ക് ഇറ്റ് ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല മാർക്ക് വാങ്ങി സ്കോർ ചെയ്യുക. ഈ എക്സാമോട് കൂടി തീരുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഒരു പരീക്ഷയ്ക്കോ മറ്റൊന്നും നിൽക്കേണ്ട. സോ പ്രിപ്പയർ വെൽ. ഓക്കെ, അപ്പോൾ ഈ 3 ചാപ്റ്ററാണ്. മാർക്കറ്റിംഗിൽ നിന്ന് മേ ബി ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് ചോദിക്കാം, അല്ലെങ്കിൽ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ എന്ത് ചോദിക്കാം, 4 P's ചോദിക്കാം. അങ്ങനെ പല ക്വസ്റ്റ്യൻസും വരാം. ഡയറക്റ്റിങ്ങിൻ്റെ ചാപ്റ്റർ ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആവാം, മോട്ടിവേഷൻ ആവാൻ സാധ്യതയുണ്ട്. സ്റ്റാഫിംഗ് ആണെങ്കിൽ സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സ് ആവാം, സെലക്ഷൻ ആവാം, അതേപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റ് ആവാം എന്നൊക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എനിവേ ഈ ചാപ്റ്റർ ഒന്ന് കൃത്യമായിട്ട് പഠിക്കാൻ, ഒരു എസ്സേ ക്വസ്റ്റ്യൻ പെർസ്പെക്റ്റീവിൽ മാത്രമല്ല ഈ ചാപ്റ്റർ പഠിക്കേണ്ടത്. ഈ ചാപ്റ്റർ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുന്നതിലൂടെ കൂടിയിട്ട് ഒരു 30 മാർക്ക് നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റും എന്ന പ്രതീക്ഷയിൽ തന്നെ പഠിച്ച് മുന്നോട്ട്
പോവുക എന്നുള്ളതാണ്. ഓക്കെ, സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു എക്സാമിലേക്ക് ഇനിയും എജുപോർട്ടിൻ്റെ ഭാഗമാവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഗോ ആൻഡ് ജോയിൻ അവർ CUET ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. വിച്ച് മീൻസ് ക്രാഷ് ബാച്ചും നമുക്ക് വേറെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഒരു CUET ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ +2 കഴിഞ്ഞിട്ട് +2 കുട്ടികൾ എഴുതിയിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ആണല്ലേ. ഈ വീഡിയോ കാണുന്ന പലരും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ രജിസ്റ്റർ ചെയ്തവരോടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഒരു ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആണ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ഈസി എക്സാം. ഓക്കെ, അതിനെ ഈസി ആക്കണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഹാവ് എ ഗുഡ് പ്രിപ്പറേഷൻ. നല്ലൊരു പ്രിപ്പറേഷൻ നമുക്ക് അത്യാവശ്യമാണ്. ഓക്കെ, നല്ല പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓൾ ഇന്ത്യ ലെവലുള്ള ഒരു എക്സാമിൽ നല്ലൊരു റാങ്കിൽ എത്താനും നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാനൊക്കെ പറ്റുള്ളൂ. നല്ല ഡൽഹിയിലും അതേപോലെ തന്നെ ഹൈദരാബാദും പോലെയുള്ള നല്ല അടിപൊളി സ്ഥലങ്ങളിൽ പോയി പഠിക്കാനും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു അഫോർഡബിൾ ഫീസിൽ ഒരു ഭയങ്കര എക്സ്പോഷർ, നമ്മുടെ നാട്ടിൽ കുറേ കാലമായാലും വീട്ടിലും നാട്ടിലൊക്കെ ഒരു ബെറ്റർ എക്സ്പോഷറിന് വേണ്ടി ഒരു ഹോസ്റ്റൽ ലൈഫൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങളെ സഹായിക്കുന്നത് അഫോർഡബിൾ ആയിട്ട് തന്നെ ഞാൻ പറയും കേട്ടോ. അത്രയും ഫീസ് കുറഞ്ഞിട്ടാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് നോക്കുക. രജിസ്റ്റർ ചെയ്തവർ എന്തായാലും വെറുതെ ഒരു ഇനി രജിസ്ട്രേഷനോ പോയി അത് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, കളയരുത്. യു ഗോ പ്രിപ്പയർ വെൽ. ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വിത്തിൻ 2 months നമുക്ക് എക്സാം വരുന്നതാണ്. മെയിലായിരിക്കും നമ്മുടെ എക്സാം വരുന്നത്. അപ്പോഴേക്കും ഒരു പ്രോപ്പർ പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, സോ വി ആർ ഓഫറിംഗ് ഇറ്റ് ഫോർ വെരി സ്മോൾ ഫീസ്. വെറും 5,999 റുപ്പീസിന് നമ്മുടെ കോഴ്സ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വിത്ത് ഓൾ ദീസ് പറഞ്ഞതുപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ബെസ്റ്റ് ഫാക്കൽറ്റീസും പേഴ്സണലൈസ്ഡ് മെൻറ്റർഷിപ്പും പ്രോഗ്രാമും നിങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസും എല്ലാമായിട്ട് വി ആർ അവൈലബിൾ വിത്ത് യു. എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ താഴത്തുള്ള ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക വാട്ട് ഈസ് എജുപോർട്ട് എന്നുള്ളത്. ശേഷം മാത്രം എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് കൊടുത്ത് എൻറോൾ ചെയ്താൽ മതി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എക്സാം എല്ലാം എളുപ്പമാക്കിയിട്ട് മക്കളെ, എല്ലാം ഉഷാറാവട്ടെ. ഓക്കെ, താങ്ക് യു, ബൈ.